ഹായ് ഫ്രണ്ട്സ്, PC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിസംബറിൽ നടക്കാനിരിക്കുന്ന 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള 50-day ടൈം ടേബിളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി 3 വീക്സ് വീഡിയോസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. 3 വീക്സ് കഴിഞ്ഞു നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ PDF നമ്മൾ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ടെലഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. പിന്നെ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം PDF വായിച്ചാലേ മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ നോട്ടുകളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് കണ്ടതിന് ശേഷം നോട്ട് വായിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് എടുക്കുന്നത്. അതിലെ ബലങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ്, മെയിൻസിനും കൂടെ ഉപകാരപ്രദമാകുന്ന ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇന്ന് ചെയ്യുന്നത് ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. 10th പ്രിലിമിനറിക്കും ഒക്കെ ചോദിച്ചിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ എന്താണ് ചലനം? അത് തന്നെ പ്രീവിയസ് ആയിട്ടുള്ള PSC ചോദിച്ചിട്ടുള്ളതാണ്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് എന്തെന്ന് പറയുന്നത്? ചലനം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിനെയാണ് നമ്മൾ ചലനം എന്ന് പറയാം. അപ്പോൾ ഈ ചലനം ഉളവാക്കാൻ സാധിക്കുന്ന ബലം, ഒരു ബലം കൊടുത്താലേ അവിടെ ചലനം ഉണ്ടാവുള്ളൂ. ആ ബലം എന്ന് പറഞ്ഞാൽ എന്താ? സന്തുലിതമായിട്ടുള്ള ബലമാണോ, അസന്തുലിതമായിട്ടുള്ള ബലമാണോ? ആ ബലം എന്ന് പറയുന്നത് ബാഹ്യബലമാണോ, ആന്തരബലമാണോ? അതൊക്കെ ചോദിക്കും, പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അസന്തുലിതമായിട്ടുള്ള ഒരു ബാഹ്യബലത്തിന് മാത്രമേ എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? ചലനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങളൊന്ന് നോക്കുക. അത് ഇവിടെ ഒരു ബോഡി ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തറയിൽ ഒരു ബോഡി വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിന് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു, അതേപോലെ ഇപ്പുറത്ത് നിന്നും 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് അല്ലേ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതായത് ഇതൊരു ബാലൻസ്ഡ് ഫോഴ്സാണ്, സന്തുലിതമായിട്ടുള്ളൊരു ഫോഴ്സാണ് ഇത്, ബാലൻസ്ഡ് ഫോഴ്സ് അല്ലേ? ഇവിടെ നിന്നും ഒരേ ഫോഴ്സ്, ഇവിടെ നിന്നും ഒരേ ഫോഴ്സ്. അപ്പോൾ ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് കൊടുത്താൽ ഈ ബോഡി മൂവ് ചെയ്യുമോ? ഇല്ല. ഈ ബോഡി മൂവ് ചെയ്യണമെങ്കിൽ ഇതിനെ ഒന്നില്ലെങ്കിൽ ഇവിടെ നമ്മളൊരു 12 ന്യൂട്ടണൊക്കെ കൊടുത്താൽ, ഇതിനേക്കാൾ കൂടുതൽ ബലം ഇവിടെ കൊടുത്താൽ ചിലപ്പോൾ അത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അല്ലാതെ ഒരേപോലത്തെ ബലം, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബലം കൊടുത്താൽ അതിന് വസ്തുക്കളെ ചലിപ്പിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് സന്തുലിത ബാഹ്യബലത്തിന് എന്തുണ്ടാക്കാൻ പറ്റില്ല? ചലനം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ചലനം ഉണ്ടാവണമെങ്കിൽ അസന്തുലിതമായിട്ടുള്ള ബാഹ്യബലം പ്രയോഗിക്കണം. അതേപോലെ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു. ഓക്കെ, അപ്പോൾ ഒരു ബോളാണെന്ന് വിചാരിക്കുക. ഈ ബോൾ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോവാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിനെ, ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു ബോളിനെ ഉരുട്ടി വിടുകയാണ്. അപ്പോൾ ഈ ബോൾ എന്താ? ഇതിങ്ങനെ ഉരുണ്ടുരുണ്ട് ഇങ്ങനെ പൊക്കോളും. അപ്പോൾ ഇതിന് ഇനി ഞാൻ വേറെ ഫോഴ്സ് ഒന്നും അവിടെ കൊടുക്കേണ്ടതില്ല. അതങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കാൻ, അതിനെ ഉരുണ്ട് പോകാനായിട്ട് നമ്മളിനി പുറത്തുനിന്ന് വേറൊരു ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ ഒരു PSC ചോദിച്ചിട്ടുണ്ട്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് എന്താവശ്യമില്ല? അതായത് ഈ ഒരു ബോഡിയെ ചലിപ്പിക്കാൻ ഞാൻ ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുക്കണം അല്ലെ? ഞാനൊരു ഫോഴ്സ് കൊടുത്തപ്പോഴാണ് ഈ ബോൾ ഉരുണ്ട് പോയി തുടങ്ങിയത്. ഇനി ഇതിങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുക. അപ്പം അത് ആ ചലനത്തിൽ തുടരാനായിട്ട് ഇനി ഞാൻ വേറൊരു ഫോഴ്സ് കൊടുക്കണ്ട. അത് തന്നെ അങ്ങ് പൊക്കോളും, തന്നെ ഉരുണ്ട് പൊക്കോളും. അപ്പോൾ ആ ചലനത്തിൽ തുടരാൻ ഇനി എന്താവശ്യമില്ല? അസന്തുലിതമായിട്ടുള്ള ഒരു ബാഹ്യബലം ആവശ്യമില്ല. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ ആവശ്യമില്ല എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ സന്തുലിത ബാഹ്യബലം, സന്തുലിത ആന്തരബലം അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അസന്തുലിത ബാഹ്യബലം എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഒരിക്കലും ആന്തരബലമല്ല. ആന്തരിക ബലത്തിന് ചലനം ഉണ്ടാക്കാൻ പറ്റില്ല, ബാഹ്യബലം വേണം പ്രയോഗിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അവിടെ ആ 2-3 ക്വസ്റ്റ്യൻസ് അതെല്ലാം പ്രീവിയസ് ആണ്, അതൊന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ സന്തുലിത ബലം എന്താണെന്ന് മനസ്സിലായല്ലോ. സന്തുലിത ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ ഒന്നും മാറ്റം വരുത്താൻ സാധിക്കാത്ത ബലത്തിനെയാണ് സന്തുലിത ബാഹ്യബലം എന്ന് പറയാം, അല്ലെങ്കിൽ സന്തുലിത ബലം എന്ന് പറയാം. ഇനി നിശ്ചലാവസ്ഥയെ പറ്റിയിട്ടുള്ള പഠനം, നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ പറ്റിയിട്ടുള്ള പഠനം. ഓക്കെ, നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ പറ്റിയുള്ള പഠനമാണ് എന്ത്? സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക്സ്. ഇനി എന്താണ് നേർരേഖാ ചലനം? നേർരേഖയിലൂടെയുള്ള ചലനത്തെയാണ്, ഒരു വസ്തു ഇങ്ങനെ നേർരേഖയിലൂടെ സഞ്ചരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ സഞ്ചരിക്കുക, നേർരേഖയിലൂടെയുള്ള ചലനത്തിനെയാണ് നേർരേഖാ ചലനം എന്ന് പറയുക. അതിന് എക്സാമ്പിൾ എന്താ? ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം. ഓക്കെ, ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം.
ഓക്കെ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം നേർരേഖാ ചലനമാണ്. ഇനി സമചലനം എന്ന് പറഞ്ഞാൽ എന്താ? തുല്യ ഇടവേളകളിൽ തുല്യ സമയത്തിലെ തുല്യ ദൂരം. അതായത് ഇപ്പോൾ ഈ 2 സെക്കൻഡ് ഈ 2 സെക്കൻഡ് ഈ 2 സെക്കൻഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഓരോ 2 സെക്കൻഡിലും ഇത് 1 മീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. ഈ 2 സെക്കൻഡിൽ ഇത് 1 മീറ്റർ ആണ്, ഈ 2 സെക്കൻഡിൽ ഇത് 1 മീറ്റർ ആണ് സഞ്ചരിക്കുന്നതെങ്കിൽ കേട്ടോ, തുല്യ സമയത്തിൽ തുല്യ ദൂരം. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിച്ചാൽ അതിനെ സമചലനം എന്ന് പറയും. തുല്യ സമയത്തിൽ തുല്യ ദൂരം. തുല്യ സമയത്തിൽ തുല്യ ദൂരം. ഇനി ഇവിടെയാണെങ്കിൽ അസമചലനം എന്ന് പറഞ്ഞാൽ തുല്യ സമയത്തിൽ വ്യത്യസ്ത ദൂരം. തുല്യ സമയത്തിൽ വ്യത്യസ്ത ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? ഈ 2 സെക്കൻഡിൽ ഇത് 1 മീറ്റർ ആണ്, ചിലപ്പോൾ ഈ 2 സെക്കൻഡിൽ ഇത് 2 മീറ്റർ സഞ്ചരിക്കും, ഈ 2 സെക്കൻഡിൽ ചിലപ്പോൾ ഇത് 3 മീറ്റർ സഞ്ചരിക്കും. അങ്ങനെ തുല്യ സമയത്തിൽ വ്യത്യസ്ത ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിനെ അസമചലനം എന്ന് പറയും. ഇനി എന്താണ് ഭ്രമണം? ഭ്രമണം എന്ന് പറഞ്ഞാൽ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കറക്കം. സ്വന്തം അക്ഷത്തെ, ഓക്കെ, സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു വസ്തുവിൻ്റെ ചലനമാണ് എന്ത്? ഭ്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭ്രമണം ചെയ്യുന്ന ആ കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം എവിടെയായിരിക്കും? വസ്തുവിനുള്ളിൽ തന്നെ ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. അക്ഷം എന്ന് പറയുന്നത് വസ്തുവിന് ഉള്ളിൽ തന്നെ ആയിരിക്കും. വസ്തുവിന് ഉള്ളിൽ തന്നെ. ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട്, അത് ഭ്രമണമാണ്. അപ്പോൾ ആ അക്ഷം, അച്ചുതണ്ട് എന്ന് പറഞ്ഞാൽ അതിനുള്ളിലാണുള്ളത്. അപ്പോൾ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കറക്കം അല്ലെങ്കിൽ ആ ചലനത്തിനെയാണ് ഭ്രമണം എന്ന് പറയുക. ആ അക്ഷം വസ്തുവിനുള്ളിലായിരിക്കും ഉണ്ടാവുക. അതെന്താണ്? ഭൂമിയുടെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കറക്കം. അതുപോലെ പമ്പരം, ഓക്കെ, പമ്പരം തിരിയുന്നത്, പമ്പരത്തിൻ്റെ ചലനമൊക്കെ എന്താ? ഭ്രമണമാണ്. അപ്പോൾ പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചിട്ടുണ്ട്, ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമിയുടെ ഭ്രമണ വേഗത. ഭൂമധ്യരേഖാ പ്രദേശത്ത് എന്താണ്? ഭൂമിയുടെ എന്ത് ചോദിച്ചിട്ടുണ്ട്? ഭ്രമണ വേഗത ചോദിച്ചിട്ടുണ്ട്. ഭ്രമണ വേഗത എത്രയാണ്? ഭൂമിയുടെ ഭ്രമണ വേഗത 1670 km/h ആണ്. km/h പഠിച്ചു വയ്ക്കുക. ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമിയുടെ ഭ്രമണ വേഗത 1670 km/h ആണ്. ഇനി എന്താണ് അപ്പോൾ പരിക്രമണം? പരിക്രമണം എന്ന് പറഞ്ഞാൽ അക്ഷത്തെ ആധാരമാക്കിയിട്ടുള്ള കറക്കം തന്നെയാണ്. പക്ഷെ പരിക്രമണത്തിൽ അക്ഷം എന്ന് പറയുന്നത് വസ്തുവിന് പുറത്തായിരിക്കും. ഓക്കെ, വസ്തുവിന് പുറത്തായിരിക്കും എന്തുണ്ടാവുക? അക്ഷം ഉണ്ടാവുക. അപ്പോൾ കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിന് പുറത്ത് വരുന്ന ചലനത്തിനെ നമ്മൾ പരിക്രമണം എന്ന് പറയാം. നമുക്കറിയാം ഈ സൂര്യനെ ആധാരമാക്കിയിട്ട് ഭൂമി കറങ്ങുന്നുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ എന്തിനായിട്ട്? പരിക്രമണം. സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ വാർഷിക ചലനം പരിക്രമണമാണ്. അതുപോലെ തന്നെ കറങ്ങുന്ന ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം എന്താ? പരിക്രമണമാണ്. ഇതൊക്കെ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം പരിക്രമണം. സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിട്ടുള്ള ഭൂമിയുടെ വാർഷിക ചലനം എന്താ? പരിക്രമണ ചലനമാണ്. ഓക്കെ, അപ്പം ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ എത്ര ദിവസം എടുക്കും? പരിക്രമണം ചെയ്യാൻ എത്ര ദിവസമാണ് എടുക്കുന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 27 ദിവസം. ഓക്കെ, ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ 27 ദിവസം എടുക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇനി അതേപോലെ തന്നെ നമ്മൾ നോക്കണം, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ കറക്കം. ഇലക്ട്രോണിൻ്റെ കറക്കം അവിടെ എന്തൊക്കെ വരും? ഇലക്ട്രോൺ ഇതിന് ചുറ്റും കറങ്ങുന്നുണ്ട്, അതായത് അവിടെ പരിക്രമണമുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോൺ സ്വന്തമായിട്ടും തിരിയുന്നുണ്ട്, അതായത് ഭ്രമണവും ഉണ്ട് അവിടെ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പം ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ ചലനം എന്ന് പറഞ്ഞാൽ പരിക്രമണ ചലനവും അതിൽ വരും, ഭ്രമണ ചലനവും അതിൽ വരും. ഓക്കെ, അപ്പം ഇത്രയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. ഇനി എന്താണ് ക്രമാവർത്തന ചലനം? അതിൽ തന്നെയുണ്ട് ക്രമമായിട്ട് ആവർത്തിക്കുന്ന, അതായത് ഓരോ നിശ്ചിത സമയത്തിലും ആവർത്തിച്ച് വരുന്ന ചലനം. ചലനത്തിനെയാണ് ക്രമാവർത്തന ചലനം എന്ന് പറയാം. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പെൻഡുലം ക്ലോക്ക്, അതിൻ്റെ കാര്യം പറയാം. പെൻഡുലം ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, അതേപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണവും നമുക്കിതിന് ക്രമാവർത്തന ചലനമാണ്. ഭൂമിയുടെ ഭ്രമണവും എന്താണ്? ക്രമാവർത്തന ചലനമാണ്. ക്രമമായ ഇടവേളകളിൽ നിശ്ചിത സമയത്തിൽ അത് ആവർത്തിച്ചു വരും. അത് ഭൂമിയുടെ ഭ്രമണം, അതുപോലെ പെൻഡുലം ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനമൊക്കെ എന്താണ്? ക്രമാവർത്തന ചലനത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി അടുത്താണ് വർത്തുള ചലനം. ആ പേര് തന്നെയുണ്ട്, എന്താ? വൃത്തപാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം. അപ്പോൾ വർത്തുള ചലനത്തിൻ്റെ മറ്റൊരു പേരെന്താ? ഘൂർണന ചലനം. ഇങ്ങനെയും ചോദിക്കാറുണ്ട്, ഘൂർണന ചലനം.
ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ് ജയന്റ് വീലിൻ്റെ കറക്കം. ഓക്കെ, ജയന്റ് വീലിൻ്റെ കറക്കം എന്താണ്? വർത്തുള ചലനമാണ്. അതേപോലെ തന്നെ മൺപാത്ര നിർമ്മാണം, മൺപാത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മളൊരു ചക്രമുണ്ട്, മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആ ചക്രത്തിൻ്റെ കറക്കം, മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കം എന്താ? വർത്തുള ചലനമാണ്. പിന്നെ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ് എന്താ? കോമ്പസ്. ഓക്കെ, ഒരു കോമ്പസിൽ നമ്മൾ എന്ത് കറക്കാണ്? പേന കറക്കുന്നത്. കോമ്പസിൽ പെൻസിൽ വെക്കുമ്പോൾ ആ പെൻസിലിൻ്റെ കറക്കം അതവിടെ എഴുതിയിട്ടുണ്ട്. കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം, ജയന്റ് വീലിൻ്റെ ചലനം, മൺപാത്ര നിർമ്മാണത്തിലുള്ള ചക്രത്തിൻ്റെ ചലനം. ഇത് പ്രീവിയസ് ഇപ്പോൾ ഈ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം എന്താണ്? വർത്തുള ചലനമാണ്. അപ്പോൾ സമവർത്തുള ചലനം എന്തായിരിക്കും? ഞാൻ പറഞ്ഞു സമചലനം എന്ന് പറഞ്ഞാൽ തുല്യ സമയത്തിലെ തുല്യ ദൂരം അല്ലേ? തുല്യ സമയത്തിലെ തുല്യ ദൂരം സഞ്ചരിക്കുക. അത് വൃത്തപാതയിലൂടെയാണെങ്കിൽ അതിനെ സമവർത്തുള ചലനം എന്ന് പറയും. അപ്പോൾ വൃത്തപാതയിലൂടെ തുല്യ സമയത്തിലെ തുല്യ ദൂരം സഞ്ചരിച്ചാൽ അതിനെ സമവർത്തുള ചലനം എന്ന് പറയും. ഓക്കെ, ഇനി എന്താ അതിന് എക്സാമ്പിളാണ് പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനം എന്ന് പറയുന്നത് സമവർത്തുള ചലനമാണ്. ഇനി വക്രരേഖാ ചലനം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പ്രൊജക്ടൈൽ മോഷനാണ്. പ്രൊജക്ടൈൽ ഇപ്പോൾ നമ്മൾ ബോളൊക്കെ എറിയുമ്പോൾ ഇത് എങ്ങനെയാണ് വരിക? ഈ പ്രൊജക്ടൈൽ മോഷൻ, അതായത് പരാബോളിക് പാത്ത്. അപ്പോൾ പ്രൊജക്ടൈലിൻ്റെയാണ് വക്രരേഖാ ചലനം എന്ന് പറയുന്നത്. ഇനി ദോലനം എന്ന് പറഞ്ഞാൽ എന്താ? ദോലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുലനത്തെ ആസ്പദമാക്കിയുള്ള ഒരു തുലനത്തെ ആസ്പദമാക്കിയിട്ട് വസ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിനെയാണ് നമ്മൾ ദോലനം എന്ന് പറയുക. അതിന് എപ്പോഴും ചോദിക്കുന്ന എക്സാമ്പിളാണ് ഊഞ്ഞാല് പോലെ തന്നെ പെൻഡുലം. ഊഞ്ഞാല്, പെൻഡുലമൊക്കെ ദോലനമാണ്. അതേപോലെ തന്നെ പ്രീവിയസ് ആയിട്ട് ഒരെണ്ണം ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിട്ടുള്ളതിൽ ദോലന ചലനം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഊഞ്ഞാലിൻ്റെ തന്നിട്ടുണ്ടായിരുന്നു, പെൻഡുലം തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ കറക്കം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തന്നിട്ടുള്ളതാണ് വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡിൽ നമ്മൾ വിരൽ കൊണ്ട് തട്ടുമ്പോൾ അവിടെ ഉണ്ടാവുന്നത്. വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം. പ്രീവിയസ് ആയിട്ട് തന്നിട്ടുള്ള ഓപ്ഷൻ ആയിരുന്നു. അത് എന്താ? ദോലനമാണ്. അതായത് ഒരു കമ്പനം പോലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദ്രുതഗതിയിലുള്ള ദോലനത്തെയാണ് എന്ത്? കമ്പനം എന്ന് വിളിക്കുക. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദ്രുതഗതിയിലുള്ള ദോലനമാണ് എന്തെന്ന് പറയുന്നത്? കമ്പനം എന്ന് പറയുന്നത്. അപ്പോൾ ഊഞ്ഞാലിൻ്റെ ചലനം ദോലന ചലനത്തിന് എക്സാമ്പിളാണ്. പെൻഡുലത്തിൻ്റെ അതേപോലെ വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡിൽ നമ്മൾ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാവുന്ന ചലനം ഏതാണ്? ദോലനമാണ്. അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തതാണ് ദൂരം, സ്ഥാനാന്തരം. ഇതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കണം. ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സഞ്ചരിച്ച പാതയുടെ നീളമാണ്. സഞ്ചരിച്ച പാതയുടെ നീളം. എന്നാൽ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ അവസാനത്തെയും ആദ്യത്തെയും സ്ഥാനങ്ങൾ, അതായത് ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം. ആദ്യ സ്ഥാനം അതേപോലെ തന്നെ അന്ത്യസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം. ഇത് രണ്ടും എന്താണ്? നീളം തന്നെയാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും യൂണിറ്റ് എന്താ? മീറ്ററാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട്. എന്താ? മീറ്ററാണ്. രണ്ടും നീളം തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ വ്യത്യാസം എന്താ? ഇപ്പോൾ ഇത് ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക്, ഇതാണ് ബി എന്ന് വിചാരിക്കുക കേട്ടോ. എയിൽ നിന്ന്, അല്ലെങ്കിൽ സി എന്ന് കൊടുക്കുക. എയിൽ നിന്ന് സിയിലേക്ക് ഇങ്ങനെയാണ് പോകുന്നത്. എ ടു ബി 2 മീറ്റർ നടന്നു, ബി ടു സി ഒരു 3 മീറ്റർ നടന്നു. ഓക്കെ, അപ്പോൾ ഇയാൾ സഞ്ചരിച്ച ദൂരം നമ്മൾ എങ്ങനെയാണ് പറയുക? ദൂരം എന്ന് പറഞ്ഞാൽ 2 + 3 5 മീറ്റർ ആണ്. എന്നാൽ ഇവരുടെ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ അതല്ല. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് ആകണ്ടോ. ഇതാണ് ഇതിൻ്റെ സ്ഥാനാന്തരം. ആ നേർരേഖാ ദൂരം, ഏറ്റവും ചെറിയ ദൂരം. അപ്പോൾ ഈ നേർരേഖ കാണാൻ നമ്മളിവിടെ എന്താ? അതായത് AC എന്ന് ഞാനിപ്പോൾ എഴുതാം. √2² + 3² അതിൻ്റെ ആൻസറാണ് വരിക. AC ആയിരിക്കും ഇവിടെ സ്ഥാനാന്തരം വരുന്നത്. അതായത് ഇതാണ് ആദ്യ സ്ഥാനം, ഇതാണ് അന്ത്യസ്ഥാനം. അപ്പോൾ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് ആണ് സ്ഥാനാന്തരം. ദൂരം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ ഏത് പാതയിലൂടെയാണോ സഞ്ചരിച്ചത് അത്രയും ആ സഞ്ചരിച്ച ദൂരം എടുത്ത് എഴുതണം. അതാണ് ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വ്യത്യാസം. ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അദിശ അളവാണ്, പക്ഷെ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ അതൊരു സദിശ അളവാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ദൂരത്തിന് ഈ ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. ഏത് ദിശയിലേക്കാണ് പോയത് എന്ന് നമ്മൾ പറയില്ല.
പക്ഷെ സ്ഥാനാന്തരം പറയുമ്പോൾ അതിൻ്റെ ദിശ കൂടി ചേർത്ത് പറയണം. കിഴക്കോട്ട്, തെക്കോട്ട്, അല്ലെങ്കിൽ ഏതാണോ ദിശ അതിലേക്ക് ആ ദിശ കൂടി ചേർത്ത് പറയണം. അപ്പോൾ ദിശ കൂടി ചേർത്ത് പറയുന്നതിനെ നമ്മൾ സദിശ അളവ് എന്ന് പറയും. ദൂരത്തിന് ദിശ പറയാറില്ല, അത് അതിശ അളവാണ്. പ്രീവിയസ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ് സദിശ അളവും അതിശ അളവും. അപ്പോൾ നമുക്ക് സദിശ അളവുകൾക്ക് വേറെ എക്സാമ്പിൾ പറയാം. സ്ഥാനാന്തരം പോലെ തന്നെ പ്രവേഗമുണ്ട്. പ്രവേഗം, ബലം, ത്വരണം, ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിശ അളവാണെങ്കിലോ അതിശ അളവിന് നമ്മളിപ്പോൾ ദൂരം പറഞ്ഞു. അതേപോലെ തന്നെ സമയം, മാസ്, അതായത് പിണ്ഡമുണ്ട്. പിന്നെ ഏതാ ഊഷ്മാവ്, ഇത് ചോദിച്ചിട്ടുണ്ട്. ഊഷ്മാവ്, പിണ്ഡം, ഊഷ്മാവ്, വ്യാപ്തം, വേഗം, ഇതൊക്കെയുണ്ട്. വ്യാപ്തം, വേഗം, സാന്ദ്രത, ഇത്രയും പഠിച്ചിരിക്കുക. കാരണം ഈ ടേമുകളൊക്കെ PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. സാന്ദ്രത, വേഗം, വ്യാപ്തം, ഊഷ്മാവ്, പിണ്ഡം, സമയം, ഇതൊന്നും നമ്മൾ ദിശ പറയാറില്ല. അതെല്ലാം എന്താണ്? അതിശ അളവുകളാണ്. ഇനി ഇത് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്, ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 1.852 കിലോമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ? അതും ദൂരം അളക്കുന്ന ഒരു യൂണിറ്റ് തന്നെയാണ്. ഏതിൽ? വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ഒക്കെ നമ്മൾ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ. ഓക്കെ, വ്യോമയാന രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ഒക്കെ ഉപയോഗിക്കുന്നതാണ് നോട്ടിക്കൽ മൈൽ. അപ്പോൾ ഒരു നോട്ടിക്കൽ മൈൽ എത്രയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി നോട്ടുണ്ട്. നോട്ട് എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ, മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗമാണ് ഒരു നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോട്ട് എന്തളക്കാൻ അതും ചോദിച്ചിട്ടുണ്ട്. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗത അളക്കുന്ന യൂണിറ്റാണ് കേട്ടോ. കപ്പൽ, അതേപോലെ തന്നെ വിമാനം. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗത അളക്കുന്ന യൂണിറ്റാണ് ഒരു നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം, ദൂരമളക്കാൻ, വാഹനങ്ങളുടെ ദൂരമളക്കാനുള്ളത്. ഓക്കെ, ഏതിൻ്റെ? വാഹനങ്ങളുടെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ഓഡോമീറ്റർ എന്ന് പറയും. എന്നാൽ വാഹനങ്ങളുടെ വേഗത അളക്കുന്നത് ഏതാ? വേഗത അളക്കാൻ സ്പീഡോമീറ്ററാണ്. ദൂരം അളക്കാൻ ഓഡോമീറ്റർ, വേഗത അളക്കാൻ സ്പീഡോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും നോക്കിയിരിക്കുക. ഇനി നമ്മൾ പറയുന്നുണ്ട് വേഗത, പ്രവേഗം. പ്രീവിയസ് ചോദിച്ചിട്ടുള്ള തന്നെയാണ്. വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം ബൈ സമയമാണ്. ദൂരം ബൈ സമയം. ഇത് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിൽ നിന്ന് താഴെ തന്നിട്ടുള്ള ഏതാണ് തെറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏതൊക്കെ ഉണ്ടാക്കാം? വേഗം എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയമാണ്. ദൂരം എന്ന് പറഞ്ഞാലോ, ഇതിൽ നിന്ന് ദൂരം എന്ന് പറഞ്ഞാൽ സമയത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരിക, അതായത് വേഗത ഇൻറ്റു സമയം എന്ന് എഴുതാം. ഇനി സമയം ഈക്വൽ ടു, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് പറയണേ, സമയം എന്ന് പറഞ്ഞാൽ വേഗത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരിക, ദൂരം ബൈ സമയമാണ്. കണ്ടോ, ഇങ്ങനെ 4 ഇക്വേഷൻ അവിടെ തന്നു. എന്നിട്ട് അതിൽ തെറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഈ 3 അറിഞ്ഞിരിക്കണം. വേഗതയുടെ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഇതിൽ നിന്ന് തന്നെ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നതാണ് ദൂരത്തിൻ്റെ ഇക്വേഷനും സമയത്തിൻ്റെ ഇക്വേഷനും. അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ വേഗം എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയമാണ്. പ്രവേഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആ സ്ഥാനാന്തരം ബൈ സമയമാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രവേഗം ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരം. നമ്മൾ വേർഡ്സിൽ പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് എന്തെന്ന് പറയുന്നത്? പ്രവേഗം. വേഗതയാണെങ്കിലോ യൂണിറ്റ് സമയത്തിലുണ്ടായ ദൂരമാണ് വേഗം. ഇത് പ്രവേഗം എന്ന് പറയും. അപ്പോൾ ഇനി ഇതിലും എന്തുണ്ട്? സമവേഗമുണ്ട്, അസമവേഗമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ യൂണിറ്റ് സമയത്തിലുണ്ടായ ദൂരമാണ് വേഗം. അതായത് തുല്യ സമയത്തിൽ തുല്യ ദൂരമാണെങ്കിൽ സമവേഗം എന്ന് പറയും. തുല്യ സമയത്തിൽ വ്യത്യസ്ത ദൂരമാണെങ്കിൽ അസമവേഗം എന്നും പറയും. പ്രവേഗമാണെങ്കിൽ അവിടെ വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യമായ ഇടവേളകളിൽ തുല്യമായിരിക്കും. നമ്മളിവിടെ പറഞ്ഞ തുല്യ സമയത്തിൽ തുല്യ ദൂരം. ഇവിടെയാണെങ്കിൽ തുല്യ സമയത്തിൽ തുല്യ സ്ഥാനാന്തരം ആയിരിക്കണം. പിന്നെ ഇതിന് ദിശ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഒരേ ദിശയിലും ആയിരിക്കണം കേട്ടോ. ഇവിടെ ആ വേർഡും കൂടെ ഉണ്ട്. ഒരേ ദിശയിലും, ഒരേ സ്ഥലത്തേക്കായിരിക്കണം, അത് ഒരേ ഡയറക്ഷനിലായിരിക്കണം, ഒരേ ദിശയിലേക്കുമായിരിക്കണം. എങ്കിൽ മാത്രമേ സമപ്രവേഗമാവുള്ളൂ. സമവേഗമാവാൻ നമ്മൾ ദിശ നോക്കാറില്ല. കാരണം അത് അതിശ അളവാണ്. അതുകൊണ്ട് ഒരേ സമയത്തിൽ ഒരേ ദൂരം അത്ര പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരേ സമയത്തിൽ ഒരേ സ്ഥാനാന്തരം, പിന്നെ ഒരേ ഡയറക്ഷനിലേക്കുമായിരിക്കണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗതയും വ്യത്യസ്ത ഡയറക്ഷനിലേക്കും പോകുന്നതിനെയാണ് അസമപ്രവേഗം എന്ന് പറയുക. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ സ്ഥാനാന്തരം പറയുമ്പോൾ ആദ്യ പ്രവേഗത്തെ പറ്റിയും പിന്നെ അന്ത്യപ്രവേഗത്തെ പറ്റിയൊക്കെ പറയാറുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി. ഇത് 0 ആവുന്ന കുറച്ച് കേസ് ഉണ്ട്. കാരണം ഇപ്പോൾ പ്രോബ്ലം ഒക്കെ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. എപ്പോഴാണ് നമ്മൾ ആദ്യ പ്രവേഗം 0 ആയിട്ട് എടുക്കുക? ആദ്യ പ്രവേഗം 0 ആവുന്നത്
ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നതെന്ന് വയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവാണ്. ഇത് ഈ റെസ്റ്റിൽ നിന്ന് നിശ്ചലാവസ്ഥയിൽ നിന്നുമാണ് ചലിക്കുന്നതെന്ന് നമ്മളോട് പറയാണ്. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തു ഇത്ര മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ നിശ്ചലാവസ്ഥയിൽ നിന്നും ചലനത്തിലേക്ക് പോകുമ്പോൾ അവിടെ ആദ്യ പ്രവേഗം എന്തായിരിക്കും? 0 ആയിരിക്കും. നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന സമയം. അപ്പോൾ ആ സമയത്ത് ആദ്യ പ്രവേഗം 0 ആയിരിക്കും. അതേപോലെ തന്നെ നിർബാധം താഴേക്ക് പതിക്കുക എന്ന് പറഞ്ഞാലും, നിർബാധം താഴേക്ക് പതിക്കുക, ഇതൊക്കെ ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. നിർബാധം താഴേക്ക് പതിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്നത് റെസ്റ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? അവിടുത്തെ വെലോസിറ്റി 0. അതാണ് ആദ്യ പ്രവേഗം. ഇവിടെ നിന്ന് വരുന്ന പ്രവേഗം 0 ആയിരിക്കും. അപ്പോൾ നിർബാധം താഴേക്ക് പതിച്ചാലും നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാലും എന്തായിരിക്കും? അവിടെ ആദ്യ പ്രവേഗം 0 ആയിരിക്കും. ഇനി അന്ത്യപ്രവേഗം എപ്പോഴാണ് 0 ആയിരിക്കുക? ഇതേപോലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു ഇനി നിശ്ചലാവസ്ഥയിലേക്ക് പോവുകയാണ്, അതായത് റെസ്റ്റിലെത്തി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ റിവേഴ്സ്. റെസ്റ്റിൽ നിന്ന് തുടങ്ങി എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗം 0. ഇനി റെസ്റ്റിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവേഗം 0. റെസ്റ്റിലേക്ക് വന്നു, അതായത് നിശ്ചലാവസ്ഥയിലായി. നിശ്ചലാവസ്ഥയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവിടെ അന്ത്യപ്രവേഗം 0 ആയിരിക്കും. അതേപോലെ നമ്മൾ മുകളിലേക്ക് ഒരു കല്ലെറിയാന്ന് വിചാരിക്കുക. ഇവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇവിടുത്തെ 0 ആണെന്ന് പറഞ്ഞില്ലേ, അതേപോലെ താഴെ നിന്ന് ഒരു കല്ല് മുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടല്ലേ അത് താഴേക്ക് വരിക. ആ ടോപ്പിലെത്തുന്ന ആ ഒരു സെക്കൻഡിൽ അതിൻ്റെ അന്ത്യപ്രവേഗം എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ നിന്ന് എറിയുന്നതാണ് ആദ്യപ്രവേഗം. എറിഞ്ഞത് ടോട്ടൽ മുകളിലെത്തി ആ ടിപ്പിലെത്തുമ്പോൾ അതിൻ്റെ അന്ത്യപ്രവേഗവും 0 ആയിരിക്കും. അപ്പോൾ ഈ 2 കണ്ടീഷൻ ഒന്ന് നോക്കുക. നമുക്കത് പ്രോബ്ലംസിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? വേഗത അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ത്വരണം. ഇതും പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ത്വരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? പ്രവേഗത്തിൻ്റെ നിരക്കാണ്. പ്രവേഗമാറ്റം ബൈ സമയം. പ്രവേഗമാറ്റം ബൈ സമയം എന്ന് പറയാം. പ്രവേഗത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രവേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സ്ഥാനാന്തരം ബൈ സമയമല്ലേ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സ്ഥാനാന്തരം ബൈ സമയം എന്ന് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓൾ ഡിവൈഡഡ് ബൈ സമയം എന്ന് വരും അല്ലേ. അതായത് ഈ പ്രവേഗത്തെ ഞാൻ ഈ ഇക്വേഷൻ കൊടുത്തു. നമ്മൾ നേരത്തെ പഠിച്ചതാണ് പ്രവേഗത്തിൻ്റെ ഇക്വേഷൻ്റെ. കണ്ടോ, പ്രവേഗം എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം ബൈ സമയമാണ്. കണ്ടോ, അപ്പോൾ സ്ഥാനാന്തരം ബൈ സമയം പിന്നെ ഓൾ ഡിവൈഡഡ് ബൈ ഈ സമയം. അപ്പോൾ എന്ത് വരും? സ്ഥാനാന്തരത്തിൻ്റെ ടേമിൽ സ്ഥാനാന്തരം ബൈ സമയത്തിൻ്റെ സ്ക്വയർ. കണ്ടോ, സമയത്തിൻ്റെ സ്ക്വയർ. ഈ ഇക്വേഷനും ത്വരണത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ത്വരണം എന്ന് പറഞ്ഞാൽ പ്രവേഗമാറ്റം ബൈ സമയം എന്ന് പറയാം, അല്ലെങ്കിൽ സ്ഥാനാന്തരം ബൈ സമയത്തിൻ്റെ സ്ക്വയർ എന്നും നമുക്ക് പറയാം. അപ്പോൾ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കിനെയാണ് നമ്മൾ ത്വരണം എന്ന് വിളിക്കുക. ഈ ത്വരണം എന്ന് പറയുന്നത് എന്താ? ഒരു സദിശ അളവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്ഷൻ പറയണം, സദിശ അളവാണ്. ഇനി നെഗറ്റീവ് ത്വരണത്തെ വിളിക്കുന്ന പേര് നെഗറ്റീവ് ത്വരണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ത്വരണം നെഗറ്റീവ് ആണെങ്കിൽ അതിനെ നമ്മൾ മന്ദീകരണം എന്ന് വിളിക്കും. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും യൂണിറ്റ് സെയിമാണ്. എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് രണ്ടുപേരുടെയും യൂണിറ്റ്. മന്ദീകരണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ത്വരണത്തെയാണ് നമ്മൾ മന്ദീകരണം എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ത്വരണത്തിന് എന്ന് പറഞ്ഞാൽ പ്രവേഗമാറ്റം, ത്വരണത്തിന് നമ്മൾ എ എന്നാ കൊടുക്കുക. പ്രവേഗമാറ്റം എന്ന് ഉദ്ദേശിച്ചാൽ എന്താ? അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗമാണ്. അപ്പോൾ അന്ത്യപ്രവേഗത്തിന് വി എന്നും ആദ്യപ്രവേഗത്തിന് യു എന്നും എടുക്കും, ഡിവൈഡഡ് ബൈ ടി. കണ്ടോ, ഇതാണ് ഇക്വേഷൻ കേട്ടോ. അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം ബൈ ടി. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം. നിശ്ചലാവസ്ഥയിലുള്ള ലോറിയുടെ പ്രവേഗം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിശ്ചലാവസ്ഥയിൽ നിന്നാണ് ഒരു വണ്ടി പുറപ്പെടുന്നതെങ്കിൽ അതിൻ്റെ ആദ്യ പ്രവേഗം 0 ആയിരിക്കും. അപ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡാണ്. 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 30 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ് പ്രവേഗം. അതെന്തായിരിക്കും? വി ആയിരിക്കും. കാരണം ഇനീഷ്യലി ഇത് നിശ്ചലാവസ്ഥയിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെട്ടാൽ ആദ്യ പ്രവേഗം 0 എടുക്കണം. എന്നിട്ട് പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയായി മാറി? 30 മീറ്റർ പെർ സെക്കൻഡായി. സമയം തന്നിട്ടുണ്ട് എത്ര സെക്കൻഡ് കൊണ്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 5 സെക്കൻഡ് കൊണ്ടാണ്. ഇത് ക്വസ്റ്റ്യൻ ആണ്. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ത്വരണം കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്തെന്ന് വരും? 30 മൈനസ് 0/5. 30/5 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നോക്കി വയ്ക്കാം.
ഓക്കെ. ഇനി വേറൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്, ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം സമയത്തിൻ്റെ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, പുതിയതായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം സമയത്തിൻ്റെ, സ്ഥാനാന്തരം എന്ന് പറയുന്നത് സമയത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിൻ്റെ ചലനം എന്താണെന്ന് ചോദിച്ചിട്ട് കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? സമപ്രവേഗം, ഇതെങ്ങനെയാണ്? സമപ്രവേഗം എന്ന് തന്നിട്ടുണ്ട്, സമത്വരണം എന്ന് തന്നിട്ടുണ്ട്, ത്വരണം കൂടുന്നു എന്ന് തന്നിട്ടുണ്ട്, ത്വരണം കുറയുന്നു എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായിരിക്കും ഇവിടെ ചോദിച്ചിട്ടുള്ളത്? ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം സമയത്തിന് ആനുപാതികമാണെന്നല്ല, സ്ഥാനാന്തരം സമയത്തിന് ആനുപാതികമാണ് എന്ന് പറഞ്ഞാലാണ് പ്രവേഗം വരിക. ഇതേ കണ്ടോ, സ്ഥാനാന്തരം സമയത്തിന് ആനുപാതികമാണെങ്കിൽ അത് സമപ്രവേഗത്തിലായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സ്ഥാനാന്തരം എന്ന് പറയുന്നത് സമയത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണ്. ഇത് ഇവിടെ പറഞ്ഞില്ല, കണ്ടോ, സ്ഥാനാന്തരം എന്ന് പറയുന്നത് സമയത്തിൻ്റെ വർഗത്തിന്, സമയത്തിൻ്റെ സ്ക്വയറിന് ആനുപാതികമാണെങ്കിൽ അതെന്താ? ത്വരണമാണ്, സമത്വരണമാണ്. ഇവിടെ സമപ്രവേഗം വരണമെങ്കിൽ എന്ത് പറയണമായിരുന്നു? ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം, പ്രവേഗത്തിൻ്റെ ഇക്വേഷൻ സ്ഥാനാന്തരം ബൈ സമയ, ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം സമയത്തിന് ആനുപാതികമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് പ്രവേഗമാണ്, സമപ്രവേഗമാണ്. പക്ഷെ ഇവിടെ സമയത്തിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ത്വരണത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, സമത്വരണത്തിലാണ് എന്നാണ് പറയേണ്ടത്. ഓക്കെ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ചലന നിയമങ്ങളാണ് പഠിക്കാനുള്ളത്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാ? ന്യൂട്ടനാണ്, അല്ലേ? ന്യൂട്ടൺ. അപ്പോൾ ഒന്നാം ചലന നിയമം പറയുന്നത് എന്താ? അപ്പോൾ ഇതൊന്ന് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളത്, ഒന്നാം ചലന നിയമം, ലോ ഓഫ് ഇനേർഷ്യ, ജഡത്വ നിയമം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതാണ്, ജഡത്വ നിയമം. അതായത് ലോ ഓഫ് ഇനേർഷ്യ, അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലോ ഓഫ് ഇനേർഷ്യ, ജഡത്വത്തെ പറ്റി വിവരിക്കുന്നത് ആ നിയമമാണ് ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം ചലന നിയമം പറയുന്നത് എന്താ? ഇപ്പം നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കണമെങ്കിൽ നമ്മൾ ഒരു ബലം കൊടുക്കണം, അല്ലേ? നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നെങ്കിൽ, അതായത് അസന്തുലിതമായ, അതായത് അതാണ് നമ്മുടെ അസന്തുലിതമായിട്ടുള്ള ബാഹ്യബലം. അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിൻ്റെ സ്ഥിരാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നതാണ്. കണ്ടോ, നേർരേഖ സമചലനത്തിലോ, അത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതായത് ബോൾ ഉരുട്ടി വിടുകയാണെങ്കിൽ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് നിർത്തണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? അസന്തുലിതമായിട്ടുള്ളൊരു ബാഹ്യബലം കൊടുക്കണം. അല്ല, ഇതിനെ ഇങ്ങോട്ടേക്ക് നമുക്ക് മൂവ് ചെയ്യിക്കണമെങ്കിലും നമ്മളൊരു അസന്തുലിതമായ ബാഹ്യബലം കൊടുക്കണം, അല്ലേ? അപ്പോൾ ഇങ്ങനെ അസന്തുലിതമായ ബാഹ്യബലം കൊടുക്കുന്നത് വരെ അത് ഒന്നില്ലെങ്കിൽ ഈ റെസ്റ്റിൽ ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഇതിങ്ങനെ നേർരേഖാ സമചലനത്തിൽ തുടർന്നുകൊണ്ടിരിക്കും. അത് പറയുന്നതാണ് ഒന്നാം ചലന നിയമം. അവിടെ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളത് ജഡത്വ നിയമം എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നാണ്. ഇനി രണ്ടാം ചലന നിയമത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ബലത്തിന് ഒരു ബലം അളക്കുന്നത് എങ്ങനെയാണ്? ബലത്തിനൊരു ഇക്വേഷൻ തന്നത് ഈ രണ്ടാം ചലന നിയമമാണ്. F=m×a എന്ന്, മാസ് ഇൻറ്റു ത്വരണമാണ് ബലം എന്ന് നിർവചിച്ചത് രണ്ടാം ചലന നിയമമാണ്. അതേപോലെ ഇതൊരു ഡയറക്ഷൻ, സദിശ അളവാണ് എന്ന് പറഞ്ഞത് രണ്ടാം ചലന നിയമം എന്ന് പറയുന്നത് ഒരു സദിശ നിയമമാണ്. ഈ ബലത്തിൻ്റെ അളവിനെ പറ്റിയിട്ടൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ശരിക്കും രണ്ടാം ചലന നിയമത്തിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിൻ്റെ നിരക്ക്, ഓക്കെ, ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസം, മൊമെൻറ്റം, ആക്കവ്യത്യാസത്തിൻ്റെ നിരക്ക് എന്ന് പറയുന്നത്, എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? നമ്മൾ കൊടുക്കുന്ന ആ അപ്ലൈഡ് ഫോഴ്സ്, അസന്തുലിതമായ ബാഹ്യബലം കൊടുക്കുന്നുണ്ടല്ലോ, ആ ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്നതാണ് രണ്ടാം ചലന നിയമം. ആക്കവ്യത്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു ബലത്തെ അളക്കാമെന്ന് പ്രസ്താവിച്ചത് ഈ രണ്ടാം ചലന നിയമം വഴിയാണ്. F=ma എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തന്നതും രണ്ടാം ചലന നിയമമാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചിട്ടുണ്ട്, ഈ പോൾ വാൾട്ട് താരങ്ങൾ ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്കാണ്. അതെന്തിനാ? അവിടുത്തെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഫോം ബെഡിലേക്ക് ചാടി വീഴുന്നു, അപ്പോൾ പരുക്കേൽക്കുന്നില്ല. അവിടെ പ്രയോജനപ്പെടുത്തുന്നത് ഏത് ചലന നിയമമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോൾ വാൾട്ട് താരങ്ങൾ ഓടി വന്ന് പെട്ടെന്ന് ചാടുമ്പോൾ അതിൽ നിന്നുള്ള ഇമ്പാക്റ്റ് കാരണം അവർക്ക് നല്ല വേദന എടുക്കും. അപ്പോൾ ആ പരുക്ക് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ഫോം ബെഡിലേക്ക് ചാടുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരു ചെറിയ സമയത്തിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഫോഴ്സ്, ആ ഒരു ഇമ്പാക്റ്റ്, അതിനെ നമ്മൾ ആക്കം എന്നാ പറയാം.
ഓക്കെ. അപ്പോൾ ആവേഗം അല്ലെങ്കിൽ ഈ ആക്ക വ്യത്യാസം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആക്ക വ്യത്യാസവുമായി ബന്ധപ്പെട്ടൊരു സെൻറ്റൻസ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പോൾ വോൾട്ട് താരം ഓടി വന്ന് ചാടുന്നത് ഏതിലേക്കാണ്? ഒരു ഫോം ബെഡിലേക്ക് വീഴുന്നതുകൊണ്ട് അവർക്ക് പരിക്കേൽക്കുന്നില്ല. അതെന്ത് നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാ? സെക്കൻഡ് നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേട്ടോ, രണ്ടാം ചലന നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വയ്ക്കാം. ഇനി മൂന്നാം ചലന നിയമം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഏതൊരു പ്രവൃത്തിക്കും തുല്യവും വിപരീതമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുത്താൽ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് തിരിച്ചും ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള എന്തൊക്കെയാണ്? തോക്കിൽ നിന്ന് പായുന്ന വെടിയുണ്ട. തോക്കിൽ നിന്ന് പായുന്ന, അതായത് തോക്കിൽ നിന്ന് ഒരു ബുള്ളറ്റ് പുറത്തേക്ക് തെറിക്കുമ്പോൾ ഈ തോക്കിൻ്റെ ഈ പിസ്റ്റൺ ഭാഗം പുറകിലോട്ട് ഒന്ന് പോകും. അതെന്തുകൊണ്ടാണ്? ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ടായപ്പോൾ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് പുറകിലേക്കും ഒരു ഫോഴ്സ് ഉണ്ടായി. അതുപോലെ തോണി തുഴയുന്നത്, തോണി നമ്മൾ ബാക്കിലോട്ട് തുഴയുമ്പോഴാണ് തോണി ഫ്രണ്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതാണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അതേപോലെ തന്നെ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ് കാറ്റഴിച്ചുവിട്ട ബലൂൺ. ഇപ്പോൾ നമ്മൾ ഒരു ബലൂണിൽ കാറ്റ് നിറച്ചിട്ട് കാറ്റ് അഴിച്ചു വിട്ടു. അപ്പോൾ കാറ്റ് അഴിച്ചു വിട്ട ബലൂണിൽ കാറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ബലൂൺ ബാക്കിലോട്ട് വരും. കാറ്റഴിച്ചു വിട്ട ബലൂൺ കാറ്റ് പോകുന്നതിൻ്റെ എതിർ ദിശയിലേക്ക് കുതിക്കുന്നു. അത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? മൂന്നാം ചലന നിയമം. മൂന്നാം ചലന നിയമമാണ്. അപ്പോൾ അതും കൂടെ പഠിച്ചു വയ്ക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ജഡത്വ നിയമത്തിനെയാണ് എന്തെന്ന് വിളിക്കുക? ഒന്നാം ചലന നിയമം എന്ന് വിളിക്കുക അല്ലേ? അപ്പോൾ ഈ ഒന്നാം ചലന നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജഡത്വത്തെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇനി അത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ജഡത്വത്തെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഈ ജഡത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ജഡത്വത്തെ പറ്റി ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ആരാ? ഗലീലിയോ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ ആണ്. അപ്പോൾ ഒന്നാം ചലന നിയമത്തിൽ എന്താ പറയണേ? ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് നിശ്ചലാവസ്ഥയിലാക്കാനും നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ബാഹ്യബലം കൊടുക്കണം. ആ ബാഹ്യബലം കൊടുത്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ആ ബാഹ്യബലം കൊടുത്തില്ലെങ്കിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന വസ്തു ആ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരും. ഇങ്ങനെ ചലനത്തിലിരിക്കുന്ന വസ്തു ചലനാവസ്ഥയിൽ തന്നെ തുടരും. അതായത് അത് ഏത് അവസ്ഥയിലാണോ ഇരിക്കുന്നത് ആ അവസ്ഥയിൽ തന്നെ തുടരാനാണ് അതിന് ആഗ്രഹം. നമ്മൾ പുറത്തുനിന്ന് ഒരു ബലം കൊടുക്കുമ്പോൾ മാത്രമേ ആ അവസ്ഥയ്ക്ക് ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ അതിന് സ്വന്തമായിട്ട് അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതേപോലെ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിനും അതുപോലെ തന്നെ ഈ നേർരേഖാ ചലനത്തിലിരിക്കുന്ന ഒരു വസ്തുവിനും അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ. നമ്മളൊരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അവസ്ഥ മാറുന്നുള്ളൂ, അല്ലാതെ സ്വന്തമായിട്ട് അവയ്ക്ക് അവരുടെ അവസ്ഥ മാറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു കഴിവില്ലായ്മയാണ് നമ്മൾ ജഡത്വം എന്ന് പറയാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ഏത് അവസ്ഥയിലാണോ ഇപ്പോൾ ഉള്ളത്? നിശ്ചലാവസ്ഥയിലാണെങ്കിൽ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരും. ഇങ്ങനെ നേർരേഖാ ചലനത്തിലാണെങ്കിൽ അത് നേർരേഖാ ചലനത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കും, നമ്മൾ പുറത്തുനിന്ന് ഒരു ബലം കൊടുക്കുന്നത് വരെ. അപ്പോൾ ആ ഒരു സവിശേഷത അതിനെയാണ് നമ്മൾ പറയാം ജഡത്വം. ആ ഒരു കഴിവില്ലായ്മയാണ് ജഡത്വം എന്ന് പറയുന്നത്. അതായത് മാറ്റത്തിനുള്ള വിമുഖത, അതിന് ആ സ്റ്റേറ്റിൽ നിന്ന് മാറാൻ താല്പര്യമില്ല. അപ്പോൾ ആ മാറ്റത്തിനുള്ള വിമുഖതയാണ് ജഡത്വം എന്ന് പറയുന്നത്. ഈ ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഗലീലിയോ ആണ്. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ജഡത്വം ഉണ്ട്: ചലന ജഡത്വം, നിശ്ചല ജഡത്വം. ഇതുമായി ബന്ധപ്പെട്ട് PSC കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ചലന ജഡത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് കണ്ടോ? ഇപ്പോൾ ഈ ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരാൾ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇയാളും ഈ ബസ്സിൻ്റെ കൂടെ മൂവ് ചെയ്യാണ്. അതിൻ്റെ ഉള്ളിൽ ബസ് മൂവ് ചെയ്യുമ്പോൾ ഇയാളും ഇതിൻ്റെ കൂടെ മൂവ് ചെയ്യാണ്. ചലനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി പെട്ടെന്ന് ബസ് എന്ത് ചെയ്തു? ബ്രേക്ക് പിടിച്ചു. പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇയാളുടെ ബോഡി ഈ ബസ്സിനനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ അതുകൊണ്ട് ഈ താഴ്ഭാഗം പെട്ടെന്ന് റെസ്റ്റിലേക്ക് വരും. കാരണം താഴ്ഭാഗമാണ് ബസ്സുമായിട്ട് ടച്ച് ഉള്ളത്. അപ്പോൾ ബസ് പെട്ടെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കാലുകളും പെട്ടെന്ന് നിൽക്കും, പക്ഷെ നമ്മുടെ ബോഡി എന്താ? മൂവിങ്ങിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. നമ്മൾ മുമ്പോട്ട് പോകാൻ കാരണം നമ്മൾ ബസ്സുമായിട്ടുള്ള കോണ്ടാക്ട് ഇവിടെ കാലിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബസ് നിർത്തുമ്പോൾ നമ്മുടെ കാലും റെസ്റ്റിലേക്ക് വരും, പക്ഷെ നമ്മുടെ ബോഡി അപ്പോഴും മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൻ്റെ കാര്യം ഓക്കെ, അതെന്തിനു ഉദാഹരണമാണ് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നമ്മൾ മുമ്പോട്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ തിരിച്ച് പറയുകയാണെങ്കിലോ, ഇതിപ്പോൾ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ബസ്സാണ്. അപ്പം നമ്മളും ഇപ്പോൾ റെസ്റ്റിലാണ്. ഈ ബസ്സിൻ്റെ കൂടെ നമ്മളും റെസ്റ്റിലാണ്. ബസ് പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ കാലുകൾ പെട്ടെന്ന് മൂവ് ചെയ്യും, പക്ഷെ നമ്മുടെ ബോഡി എന്താ? റെസ്റ്റിലിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ബസ് മൂവ് ചെയ്യുമ്പോൾ ബസ്സുമായി ടച്ചുള്ളത് നമ്മുടെ കാലാണ്. കാല് മൂവ് ചെയ്യും, പക്ഷെ ബോഡി റെസ്റ്റിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പുറകിലോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൻ്റെ കാര്യം. നിർത്തിയിട്ടിരിക്കുന്ന ബസ് ഓക്കെ, അതിൻ്റെ കാര്യം വരുന്നത് എന്താ? നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ടായുമ്പോൾ നമ്മൾ പുറകിലോട്ട് പോകും. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകും.
ഓക്കെ, അപ്പോൾ അത് ചലനജഡത്വമാണ്. അതേപോലെ തന്നെ എന്താ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ, അതായത് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ പെട്ടെന്ന് ഓഫ് ചെയ്യണം. സ്വിച്ച് പെട്ടെന്ന് ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടെ അത് കറങ്ങും, ഫാൻ കുറച്ച് നേരം കൂടെ കറങ്ങും സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം. പിന്നെ അതുപോലെ തന്നെ അത്ലറ്റുകൾ ഇങ്ങനെ ഓടുന്ന അത്ലറ്റ് പെട്ടെന്ന് ഫിനിഷിംഗ് പോയിന്റ് എത്തിയാലും അവർക്ക് പെട്ടെന്ന് നിൽക്കാൻ പറ്റില്ല. കാരണം എന്താ, അവരുടെ ബോഡി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ചലനത്തിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുറച്ചും ദൂരം കൂടി ഓടിയിട്ട് മാത്രമേ അവർക്ക് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അത്ലറ്റ് ഫിനിഷിംഗ് ലൈൻ എത്തിയാലും ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ചലനജഡത്വമാണ്. ഓക്കെ, അത് ചലനാവസ്ഥയിലല്ല ഇരിക്കുന്നത്, അപ്പോൾ അത് ചലനജഡത്വം. നിശ്ചല ജഡത്വത്തിന് എക്സാമ്പിളാണ് നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് എടുക്കുമ്പോൾ നമ്മൾ പുറകിലോട്ട് പോകും. പിന്നെ അതേപോലെ തന്നെ ക്യാരംസ്, ഈ ക്യാരംസ് ഒക്കെ കളിക്കുമ്പോൾ താഴത്തെ കരു മാത്രം നമുക്ക് തട്ടിത്തെറിപ്പിക്കാം, മുകളിലത്തെയൊക്കെ അപ്പോൾ അതേ സ്ഥാനത്ത് തന്നെ വന്നിരിക്കും. കാരണം അവർ റെസ്റ്റിലിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഇതിനാണ് ചലനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് മാത്രം തെറിച്ചു പോകും, മുകളിലുള്ളതൊക്കെ അതേപോലെ തന്നെ അതേ അവസ്ഥയിൽ തന്നെ തുടരും. പിന്നെ അതേപോലെ തന്നെ എന്താണ്, മാവിൻ കൊമ്പ്, മാവ് നമ്മൾ പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ വന്ന് വീഴുന്നത്, മാവ് കുലുക്കുമ്പോൾ മാങ്ങ വന്ന് വീഴുന്നത് ഏതിന് ഉദാഹരണമാണ്? നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. ഇതൊക്കെ നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഫാൻ കറങ്ങുന്നത് കേട്ടോ. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഫാൻ കുറച്ച് നേരം കൂടെ കറങ്ങുന്നത്. പിന്നെ അത്ലറ്റിൻ്റെ കാര്യം. ഓക്കെ, അത്ലറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന അത്ലറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്, അവർക്ക് ഓട്ടം നിർത്താൻ പറ്റാത്തത്. ഓക്കെ, ഓടിക്കൊണ്ടിരിക്കുന്ന അത്ലറ്റ്, ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ബസ്, അതേപോലെ തന്നെ എന്താ ക്യാരംസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ മാവ് കുലുക്കുമ്പോൾ മാങ്ങ വീഴുന്നത്, മാങ്ങ വീഴുന്നത്. ഓക്കെ, അതൊക്കെ നിശ്ചല ജഡത്വത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി എന്താണ് ചലന സമവാക്യങ്ങൾ? ഒന്നാം ചലന സമവാക്യമാണ് V = U + AT. ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. രണ്ടാം ചലന സമവാക്യമാണ് S = UT + ½ AT². മൂന്നാം ചലന സമവാക്യമാണ് V² = U² + 2AS. ഇതെന്താ? ഇത് അന്ത്യപ്രവേഗമാണ്, അന്ത്യപ്രവേഗം. ഇത് ആദ്യപ്രവേഗമാണ്, ആദ്യപ്രവേഗം. ഇത് ടൈമാണ്. ഇതെന്താ? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, നമ്മുടെ സ്ഥാനാന്തരം. ഇത് S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാന്തരമാണ്, സ്ഥാനാന്തരം. പിന്നെ ഇവിടെ A നമുക്കറിയാലോ എന്താണ്? ത്വരണമാണ്, ത്വരണം. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ചലന സമവാക്യങ്ങൾ പറഞ്ഞു. ഇനി ഗ്രഹങ്ങളുടെ ചലന നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഗ്രഹങ്ങളുടെ ചലന നിയമം. അപ്പോൾ ഇതല്ലാതെയുള്ള ചലന നിയമം, അപ്പം ഗ്രഹങ്ങളുടെ ചലന നിയമം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഗ്രഹങ്ങളുടെ ചലന നിയമം എന്ന് പറഞ്ഞാൽ കെപ്ലറാണ്. ഗ്രഹങ്ങളുടെ ചലന നിയമം ആവിഷ്കരിച്ചത് ആരാണ്? കെപ്ലർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, കെപ്ലറാണ്. അപ്പോൾ അവിടെ 3 ചലന നിയമങ്ങളുണ്ട്. ഒന്നാമത്തത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഗ്രഹങ്ങളും ഒരു എലിപ്റ്റിക്കൽ പാത്തിലെ ദീർഘവൃത്താകാര പരിക്രമണ പഥങ്ങളിലൂടെയാണ് അതിൻ്റെ ഫോക്കസുകളിൽ ഒന്നിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യന് ചുറ്റും ചലിക്കുന്നത്. വേണ്ട, അപ്പോൾ ഇതിങ്ങനെ ഒരു എലിപ്റ്റിക്കൽ പാത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു എലിപ്റ്റിക്കൽ പാത്ത് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരെന്താ? മേജർ ആക്സിസ് എന്നാണ്. കണ്ടോ, ഇതിനെ നമ്മൾ വിളിക്കും മേജർ ആക്സിസ്. ഇത് മേജർ ആക്സിസ്. 2A ആണ് ഇതിൻ്റെ ലെങ്ത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും ഭാഗം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ഭാഗത്തിന് നമ്മൾ 2B എന്ന് പറയും. അതായത് ഇത് മൈനർ ആക്സിസ് ആണ്, മൈനർ ആക്സിസ്. അപ്പോൾ ഇതിൻ്റെ പകുതി വരെ ഈ A വരയ്ക്കുള്ള ഭാഗത്തെ നമ്മൾ പറയും സെമി മേജർ ആക്സിസ്. മൊത്തത്തിലാണ് മേജർ ആക്സിസ്, ഇത് സെമി മേജർ ആക്സിസ് എന്ന് വിളിക്കും, മേജർ ആക്സിസ്. പിന്നെ ഇവിടെയാണ് ഒന്നില്ലെങ്കിൽ സൂര്യൻ ഇവിടെ കാണും, അല്ലെങ്കിൽ സൂര്യൻ ഇവിടെ ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒരു ഫോസിലാണ് സൂര്യൻ ഉണ്ടാവുക. അപ്പോൾ അതാണ് ഒന്നാമത്തെ ചലന നിയമത്തിൽ എലിപ്റ്റിക്കൽ പാത്തിലൂടെ ആയിരിക്കും ദീർഘവൃത്തം. ഓക്കെ, ദീർഘവൃത്താകാര പരിക്രമണ പഥങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഗ്രഹങ്ങൾ ഈ സൂര്യനെ ഇങ്ങനെ വലം വെക്കുന്നത്. അപ്പോൾ ഏതാണ്? എലിപ്റ്റിക്കൽ പാത്തിലാണ് എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ നിയമം. ഇനി രണ്ടാമത്തെ നിയമം എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തത് പറയാൻ എന്താ വെച്ചാൽ, അതേപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെയാണ് ഗ്രഹം ഇരിക്കുന്നതെന്ന് വയ്ക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് കവർ ചെയ്യുന്ന ഏരിയ, അപ്പോൾ ഇവിടെ നമ്മളൊരു 2 സെക്കൻഡ് സമയം എടുക്കുകയാണെങ്കിൽ ഈ 2 സെക്കൻഡിൽ ഇത് എത്ര ഏരിയ കവർ ചെയ്യുന്നുണ്ടോ അതേ ഏരിയ തന്നെയായിരിക്കും ഓരോ 2 സെക്കൻഡിലും. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 സെക്കൻഡ് എടുക്കുകയാണ്, കണ്ടോ, ഇവിടെ ഒരു 2 സെക്കൻഡ് എടുത്താലും ഇവിടെ എത്ര ഏരിയ ആണോ ഇത് കവർ ചെയ്യുന്നത് അത്ര ഏരിയ തന്നെ ഇവിടെയും കവർ ചെയ്യണം.
ഇതിപ്പോൾ സൂര്യനിൽ നിന്ന് അകന്നായിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഭൂമിയാണെങ്കിൽ ഇതിപ്പോൾ സൂര്യനിൽ നിന്ന് അകന്നായിരിക്കുന്നത്. അപ്പോൾ അത് എത്ര ഏരിയ ഇവിടെ കവർ ചെയ്തിട്ടുണ്ടോ അത്ര ഏരിയ തന്നെ കണ്ടോ ഈ ചെറിയൊരു സമയത്ത്. ഇവിടെ ഇപ്പോൾ സൂര്യനോട് അടുത്തായിരിക്കുന്നത്. അപ്പോൾ സൂര്യനോട് അടുത്തിരിക്കുമ്പോഴും അത്രയും ഏരിയ അത് കവർ ചെയ്യണം ഈ സമയം കൊണ്ട്. 2 സെക്കൻഡ് കൊണ്ട് ഇവിടെ കവർ ചെയ്ത അത്രയും ഏരിയ ഇവിടെ കവർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് വളരെ അടുത്താണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം, ഇവിടെ വേഗത കൂടുതലായിരിക്കണം, ഇവിടെ വേഗത കുറവുമായിരിക്കും. നമുക്ക് കണ്ടാൽ മനസ്സിലായില്ലേ, കണ്ട് ഇത്രയും ഏരിയ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്ര എമൗണ്ട് വേണം. അപ്പോൾ അവിടെ നല്ല വേഗത്തിൽ കറങ്ങണം. അപ്പോൾ ഇവിടെ ആയിരിക്കും വേഗത കുറവ്, ഇവിടെ ആയിരിക്കും വേഗത കൂടുതൽ. അപ്പോൾ ഈ രണ്ടാമത്തെ പറയുന്നത് അതാണ്, ഒരു ഗ്രഹത്തെയും സൂര്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർരേഖ തുല്യ ഇടവേളകളിൽ തുല്യ പരപ്പളവുകളിൽ ഉണ്ടാക്കി സഞ്ചരിക്കുന്നു. തുല്യ സമയത്തിൽ, അതായത് തുല്യ ഇടവേളകളിൽ എന്താണ്, തുല്യ പരപ്പളവ്, അതായത് ഏരിയ, തുല്യ പരപ്പളവ് സഞ്ചരിക്കുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് രണ്ടാം ചലന നിയമം. ഇനി മൂന്നാമത്തെ ചലന നിയമം പറയുന്നത് എന്താ, നമ്മളിവിടെ പറഞ്ഞില്ലേ ഇതിനെടുക്കുന്ന മൊത്തം റൊട്ടേഷൻ, ഒരു പരിക്രമണ കാലം എന്ന് പറഞ്ഞാൽ പീരീഡ് ഓഫ് റവല്യൂഷൻ. ഈ പീരീഡ് ഓഫ് റവല്യൂഷൻ്റെ സ്ക്വയർ, ഒരു ഗ്രഹത്തിൻ്റെ ഒരു പീരീഡ് ഓഫ് റവല്യൂഷൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ സെമി മേജർ ആക്സിസ്, അതായത് ഇതിൻ്റെ പകുതി ഈ ലെങ്ത്തിൽ, ഇതാണ് സെമി മേജർ ആക്സിസ്, മൊത്തത്തിലാണ് 2a, ഇതാണ് a. ഈ സെമി മേജർ ആക്സിസിൻ്റെ ക്യൂബിന് നേറനുപാതത്തിലായിരിക്കും. ഇത് പഠിക്കണം, എന്താ ടൈം പീരീഡിൻ്റെ സ്ക്വയർ സെമി മേജർ ആക്സിസിൻ്റെ ക്യൂബിന് നേറനുപാതത്തിലായിരിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പ്രീവിയസ് ആയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് അത് കണ്ടോ, സൂര്യനോട് അകലെ വരുന്നത്, ഭൂമി സൂര്യനോട് അകലെ വരുന്നതിനും സൂര്യനോട് അടുത്തിരിക്കുന്നതിനും പറയുന്ന പേര്. അടുത്താണെങ്കിൽ ഇവിടെ നമ്മൾ പറയാം പെരിഹീലിയൻ എന്നാണ്. ഓക്കെ, പെരിഹീലിയൻ. ഇവിടെ അകലെയാണെങ്കിൽ എപ്പിഹീലിയൻ എന്നാ പറയാം. ഓക്കെ, എപ്പിഹീലിയൻ, പെരിഹീലിയനും എപ്പിഹീലിയനും. പെരി എന്ന് പറഞ്ഞാൽ അടുത്ത്, എപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകലെ. ഓക്കെ, അപ്പോൾ പെരിഹീലിയൻ അടുത്ത് വരുന്നതാണ് കേട്ടോ, സൂര്യനോട് അടുത്ത് വരുന്നത്. അപ്പോൾ ആ 2 പോയിന്റും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ കെപ്ലറുടെ കാര്യം ചോദിക്കാറുള്ളതാണ്. കെപ്ലർ നിയമം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ആക്കം. ആക്കം എന്താണെന്നുള്ളതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ആക്കം എന്താണ്? ആക്കം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കൂടുതലും ഇപ്പോൾ പ്രോബ്ലമായിട്ട് PSC ചോദിക്കാറുണ്ട് കേട്ടോ. ആക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ ഒരു സവിശേഷ ഗുണമാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം. P വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ആക്കം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. ഇവിടെ മാസ്, ആ പിണ്ഡത്തെ പ്രവേഗം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആക്കം കിട്ടും. അപ്പോൾ ആക്കം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ് കേട്ടോ. സദിശ അളവ് ദിശയുണ്ട്, സദിശ അളവാണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വെലോസിറ്റിയുടെ മീറ്റർ/സെക്കൻഡ് ആണ്. കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് ആണ് ഇതിൻ്റെ യൂണിറ്റ് വരുന്നത്. അപ്പോൾ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട് എന്താണ്? 12 കിലോഗ്രാം പിണ്ഡമുള്ള, അതായത് മാസുള്ള 12 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തു 1 സെക്കൻഡിൽ 2 മീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. 1 സെക്കൻഡിൽ 2 മീറ്റർ വേഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 2 മീറ്റർ/സെക്കൻഡ് ആണ്. 1 സെക്കൻഡിൽ 2 മീറ്റർ, 2 മീറ്റർ/സെക്കൻഡ് ആണ് അവിടുത്തെ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ആ വസ്തുവിൻ്റെ ആക്കം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ, അതായത് 12 ഇൻറ്റു 2 എത്ര വരും? 24 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്നുള്ളതാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ് 12 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിൻ്റെ. അപ്പോൾ നമുക്ക് അവിടെ മാസം തന്നിട്ടുണ്ടാവും, വെലോസിറ്റി തന്നിട്ടുണ്ടാവും. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ആക്കം എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രൊജക്റ്റൈൽ മോഷൻ? എല്ലാവർക്കും അറിയാം, നമ്മളൊരു ഡിസ്കസ് ത്രോ എറിയുന്നത്, അതായത് ഇപ്പോൾ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ചെരിച്ച് വിക്ഷേപിക്കുന്ന, ഇങ്ങനെ പരാബോളിക് പാത്തിൽ ചെരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കും പ്രൊജക്റ്റൈലുകൾ എന്ന്. അപ്പോൾ അതിന് അനുഭവപ്പെടുന്ന ചലനം, പ്രൊജക്റ്റൈലുകൾക്ക് അനുഭവപ്പെടുന്ന ചലനം, അതായത് അന്തരീക്ഷത്തിലേക്ക് ചെരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കൾക്ക് അനുഭവപ്പെടുന്ന ചലനമാണ് എന്ത്? പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് എന്തൊക്കെ ചോദിക്കും? ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഡിസ്കസ് ത്രോയുടെ ചലനം, അതുപോലെ തന്നെ ജാവലിംഗ് ത്രോ ചോദിച്ചിട്ടുണ്ട്. മിസൈൽ ചോദിച്ചിട്ടുണ്ട്. മിസൈലിൻ്റെ സഞ്ചാരം, മിസൈലിൻ്റെ ചലനം എന്നൊക്കെ പറയുന്നത് പ്രൊജക്റ്റൈൽ മോഷനാണ്. അപ്പോൾ പ്രൊജക്റ്റൈലിൻ്റെ പാത എന്ന് പറയുന്നത് എന്തായിരിക്കും? പരാബോളയായിരിക്കും. ഇനി പ്രൊജക്റ്റൈലിന് പരമാവധി റേഞ്ച് കിട്ടുന്നത്,
പരമാവധി റേഞ്ച് കിട്ടുന്നത് നമ്മൾ ഏത് ആംഗിൾ നമ്മൾ വിക്ഷേപിക്കുന്നത് ചെരിച്ചല്ലേ, അപ്പോൾ അതായത് ഒരു ആംഗിളിലാണ് നമ്മൾ വിക്ഷേപിക്കണേ. ആ ആംഗിൾ 45 ഡിഗ്രി ആകുമ്പോഴാണ് മാക്സിമം റേഞ്ച് കിട്ടുക, അല്ലെങ്കിൽ പരമാവധി റേഞ്ച് കിട്ടുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെരിച്ച് വിക്ഷേപിക്കുന്നതാണ്. ഡിസ്കസ് ത്രോ, ജാവലിൻ ത്രോ, മിസൈലിൻ്റെ സഞ്ചാരമൊക്കെ അതിന് എക്സാമ്പിളാണ്. ഇതിൻ്റെ പാത എന്ന് പറയുന്നത് പരാബോളിക് പാത്താണ്. അപ്പോൾ പരമാവധി റേഞ്ച് എപ്പോഴാണ് കിട്ടുക? 45 ഡിഗ്രി ആകുമ്പോഴാണ് നമുക്ക് പരമാവധി റേഞ്ച് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ചലനത്തിൽ നിന്ന് നിങ്ങൾ മിനിമം പഠിച്ചിരിക്കേണ്ട പോയിന്റ്സ്. മിനിമം അല്ല, നമ്മൾ മെയിൻസിന് ആവശ്യമുള്ള എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. SCERTയിലെ പോയിന്റും ഒക്കെ ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ പോയിന്റ്സും നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്